ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളപ്പോൾ ഇന്നലെ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഡേ ആണിന്ന്. 21-22 ഡിഗ്രീസ് സെൽഷ്യസ് ആണ്. നല്ല അത്യാവശ്യം ചൂടും വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു തടാകം പോലുണ്ട്. പുറകിൽ ഇതുങ്ങൾ നടക്കുന്ന കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ താറാവിൻ്റെ മറ്റേ വലിയ സാധനങ്ങൾ പുറകെ കൂടെ നടപ്പുണ്ട്. ഞാൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് പിന്നെ സംശയം, ഈശ്വര എല്ലാം കൂടെ എന്നെ കൊത്താനായിട്ട് വരികയാണ്. ഇവിടെ ആൾക്കാർ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് വരും. ഇങ്ങനെ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുങ്ങളെ ഫീഡ് ചെയ്യാനായിട്ട് ആൾക്കാർ വരും. അപ്പം നമ്മളെ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഫീഡ് ചെയ്യാൻ പറ്റാമെന്ന് വിചാരിച്ച് അടുത്തേക്ക് ഓടി വരും കേട്ടോ. അപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടുള്ള വെതറാണ്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി തിരക്ക് കുറഞ്ഞൊരു സമയം, ഉച്ച കഴിഞ്ഞൊരു സമയമായിരുന്നുകൊണ്ട് ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഒരു 1:30-2 മണി വരെയൊക്കെ ഞാൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് എണീറ്റ് പോരുകയും ചെയ്തു. ഇത്ര നല്ല വെതറുള്ളത് കൊണ്ട് കിടന്നുറങ്ങിയ സമയം കളയണ്ടെന്ന് വിചാരിച്ചു. വിൻ്റർ ഫുള്ള് ഞാൻ ഉറങ്ങുക തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം നല്ലൊരു ചൂടൊക്കെ ഉണ്ട്. നല്ല സുഖമുള്ള വെതർ. വണ്ടിയിൽ പോകുന്ന അപ്പച്ചൻ വന്ന വഴിക്ക് ടാറ്റ തന്നായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ വെറുതെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഗ്രീറ്റൊക്കെ ചെയ്യട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് ഹലോ ഒക്കെ പറഞ്ഞു. അപ്പച്ചന് താറാവുകൾക്ക് തിന്നാൻ കൊടുക്കാൻ കൊണ്ടുവന്നാണോ എന്നറിയില്ല. അത് നമ്മുടെ ഇവിടെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് മിക്കപ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് അപ്രൂവ്ഡ് ആയിട്ടുള്ള വണ്ടികളാണ് മൊബിലിറ്റി സ്കൂട്ടർ എന്നാണ്. അപ്പം ഇവിടെ കാര്യം ഇങ്ങനെ തളർന്നൊക്കെ പോയി അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ നാട്ടിലെ പോലെ കംപ്ലീറ്റ് ബെഡ് റിഡൺ ആയിട്ട് കിടന്നു പോയില്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള വണ്ടികൾ അവർക്ക് കൊടുക്കും. ചിലപ്പോൾ അവരുടെ വീട്ടിൽ നോക്കാനായിട്ട് കെയറേഴ്സ് വരുന്നുണ്ടാകും. വണ്ടിയിൽ കയറി അവരിങ്ങനെ ഫുൾ ടൈം ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തളർന്നു പോയെന്ന് കരുതിയോ അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ലെന്ന് കരുതിയോ അവർ ബെഡ് റിഡൺ ആയിട്ട് പോവില്ല. അതിനുള്ള ഫുൾ അസിസ്റ്റൻസ് ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മുമ്പിൽ ഒരു പട്ടിക്കുഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ചെറിയൊരു സ്കൂട്ടർ, ആ സാധനം കൊണ്ട് നമുക്ക് കടയുടെ അകത്തും ബസ്സിൻ്റെ അകത്തും ഒക്കെ കയറാം. എവിടെ വേണമെങ്കിലും നടക്കാൻ പറ്റിയൊരു സാധനം. നമ്മൾ നടക്കുന്ന സ്പീഡിലോ അല്ലെങ്കിൽ ഓടുന്നൊരു സ്പീഡിലോ ഒക്കെ, ഓടുന്നത്ര സ്പീഡ് വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് ഓടിക്കുന്ന ഒരു സാധനം. റോഡിനകത്തൂടെ ഓടിക്കാനായിട്ട് അധികം പെർമിഷൻ ഇല്ല. മിക്കപ്പോഴും തന്നെ റോഡ് സൈഡിൽ കൂടെ ഓടിക്കാനായിട്ടുള്ള പെർമിഷനാണ് ആ വണ്ടിക്കുള്ളത്. ഈ സാധനത്തിൻ്റെ കരച്ചിലും പരിപാടിയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. പെട്ടെന്ന് എങ്ങാനൊരു ആവശ്യത്തിൻ്റെ പുറത്ത് എന്നെ കൊത്താൻ വന്നാലോ ജനിച്ചൊരു ഗ്യാങ്ങായിട്ട് ആൾക്കാരും കൂടെ നീങ്ങുന്നുണ്ട്. അവരെ വിളിച്ചു വരുത്തണതിൻ്റെ എങ്ങാണ്ട് സൗണ്ട് അതൊന്ന് കേൾക്കണം. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വരുന്ന സമയം തോന്നുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന് ഈ പുല്ലൊക്കെ കൊത്തി കൊത്തി തിന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ILR വിസ നിയമങ്ങളൊക്കെ മാറി പുതിയ നിയമങ്ങളൊക്കെ വരാൻ പോകുന്നു, വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് നമ്മളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും. ഫൈനലി അത് വരാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്. കാരണം പബ്ലിക്കായിട്ട് അവർ അനൗൺസ് ചെയ്തു നമ്മുടെ ILR അല്ലെങ്കിൽ PR കിട്ടുന്ന സമയം 10 വർഷമായിട്ട് മാറ്റാൻ പോവാണ്. ഇതിനു മുമ്പ് 5 വർഷമായിരുന്നു. 5 വർഷം കൊണ്ട് നമുക്ക് PR-ഉം 6ാമത്തെ വർഷം നമുക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പും കിട്ടുമായിരുന്നു. സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ട് ഇവിടുത്തെ UK പാസ്പോർട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ അത് ഫുൾ അവർ ILR-ന് ഇനി അപ്ലൈ ചെയ്യണമെങ്കിൽ 10 വർഷത്തേക്ക് ആക്കിയേക്കുവാണ്. അപ്പം നമ്മൾ ഒരു പരിധി വരെ ഇവിടെ നിൽക്കുന്നതിന് അർത്ഥമുണ്ടോ എന്ന് ചിന്തിച്ച് തുടങ്ങാറായിരിക്കുന്നത്. കാരണം നമ്മളിപ്പം ഏകദേശം ഞാൻ 2021 വന്നത്. 2021 ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ്. ആ കോവിഡ് ഒന്ന് ഡിപ്പായ സമയത്ത്, കോവിഡ് കുറഞ്ഞ സമയത്ത് ഇവിടെ അവർ സ്റ്റാഫിന് വേണ്ടി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പറ്റം ആൾക്കാർ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് മൂവ് ചെയ്തവർക്ക് മുഴുവൻ ILR-ന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ഈ ഒരു വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് കുറേ ആളുകൾ ILR-ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു റൂള് വന്നത്. അപ്പം ILR-ന് അപ്ലൈ ചെയ്യാൻ ഇരുന്നവർ എല്ലാവരും തന്നെ മൊത്തത്തിൽ മുച്ചിട്ടുണ്ട്.
മൊത്തത്തിലെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഇവിടെ സ്ഥിരതാമസമാക്കുന്ന ആളുകളുടെയൊക്കെ നമ്പേഴ്സ് കുറയ്ക്കണം. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റൂളുകളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവരുടെ പണ്ടെന്ന് സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 years ആയിരുന്നു. ആ 2 years വീണ്ടും വെട്ടിക്കുറച്ചേക്കാണ്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ നമുക്കിപ്പം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൗസിന് ഒരു പ്രശ്നമില്ലാണ്ട് കൊണ്ടുവരായിരുന്നു ഇതുവരെ. അപ്പോൾ ഇനി തൊട്ട് ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്നവർക്കും ഇംഗ്ലീഷ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല പ്രൊഫഷൻസി ഉണ്ടെന്നുള്ളതിന് പ്രൂഫ് വേണം. അങ്ങനെ ഒരുപാട് വിസ നിയമങ്ങൾ മൊത്തത്തിൽ എല്ലാം അഴിച്ച് പൊളിച്ചവർ പണിതേക്കുവാണ്. ഇങ്ങോട്ടുള്ള ഇമിഗ്രേഷൻ പരമാവധി കുറയ്ക്കുക, വന്നിട്ടുള്ള ആളുകളെ ഇവിടുന്ന് തുരത്തി ഓടിക്കുക, അങ്ങനെ പല ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഇങ്ങനെയൊരു നിയമം വന്നേക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് ഏറെക്കുറെ അറിയാം. അപ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്നവർക്ക് എല്ലാവർക്കും തന്നെ മിക്കവർക്കൊക്കെ PR ഒക്കെ ആയവരാണ്. അവരൊന്നും ഇതിനെക്കുറിച്ച് ബോധേഡല്ല. അപ്പോൾ നമ്മുടെ ഒരു ടൈം പീരീഡിൽ വന്നവർ മിക്കവരും തന്നെ ഇതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരാണെങ്കിലും പുറത്തുനിന്ന് വന്നവരാണെങ്കിലും മെയിനായിട്ട് ഇവർക്ക് അവർ നടത്തിയ സ്റ്റഡിയിൽ നിന്ന് അവർക്ക് വേണ്ടാന്ന് പറയുന്ന രാജ്യക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈജീരിയൻസ്, പാകിസ്ഥാനീസ്, അതുപോലെ തന്നെ വേറെ ഏതൊരു കൺട്രിയും കൂടെ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് രാജ്യത്തു നിന്നുള്ളവരെയാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടാത്തത്. പക്ഷേ റൂള് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുപോലെയാണല്ലോ അത് അഫക്റ്റ് ആവുന്നത്. അപ്പം പൊതുവെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കണ്ടേ, ഇനി ഇവിടെ നിൽക്കണോ അതോ ഇവിടെ നിന്ന് പോകണോ, ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം ILR കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇപ്പം ചൈൽഡ് കെയർ ഒക്കെ ഉള്ളവർക്ക്, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അവേഴ്സ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ILR കിട്ടിയാൽ മാത്രമേ അവേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പം 2 ദിവസം അവർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. അപ്പം ഒരു 2 ദിവസത്തെ ലോങ് ഡേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അവേഴ്സ് വേണമെങ്കിൽ ഹസ്ബൻഡിന് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് കോൺട്രാക്റ്റ് ഒന്നും ഉണ്ടായില്ല, അവർക്ക് എത്ര അവേഴ്സ് വേണമെങ്കിലും വർക്ക് ചെയ്യാം, അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ അവേഴ്സ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വിസയിലായതുകൊണ്ട് ഹോസ്പിറ്റലിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് അല്ലാണ്ട് പുറത്ത് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി വർക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വർക്ക് ചെയ്യാം. അങ്ങനെ പല ഗുണങ്ങളുണ്ടായിരുന്നു ILRൻ്റെ. ഇവിടെ നിന്ന് വേണമെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് മാറി നിൽക്കാം. ഒരു കരിയർ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോലും ജോലി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ILR ഇല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു 6 മാസത്തിൽ കൂടുതൽ രാജ്യത്തു നിന്ന് മാറി നിൽക്കാനായിട്ട് അവർ ഇപ്പം ഞാനൊരു 6 മാസം ഇപ്പം മാറി നിന്നു. ഞാനിപ്പോൾ 4 വർഷമായി. 5 വർഷത്തിലായിരുന്നു എനിക്ക് ILR അപ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇനി ഒരു വർഷം ഞാൻ ഇവിടുന്ന് മാറി നിന്നാൽ ഞാൻ തിരിച്ച് വരുമ്പോൾ തൊട്ട് അവർ ആദ്യത്തെ വർഷം തൊട്ട് കണക്ക് കൂട്ടും. കാരണം അവർ അവിടെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ആ ഗ്യാപ്പ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല, കൺട്രിയിലില്ലാത്ത ഗ്യാപ്പ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ILR ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 6 മാസത്തിനുള്ളിൽ എങ്ങോട്ട് പോയാലും തിരിച്ച് ഇവിടെ തന്നെ വരണം. ഇപ്പോൾ മാറ്റേണിറ്റി ലീവൊക്കെ ആണെങ്കിൽ ഒരുപാട് ലീവൊക്കെ ഉള്ളവരുണ്ട്. അപ്പം ഒരു ലോങ് ലീവ് എടുത്ത് ആരും തന്നെ പോകാറുണ്ടായിരുന്നില്ല. 6 മാസത്തിനുള്ളിൽ തിരിച്ച് വരാനായിട്ട് എല്ലാവരും നോക്കാറുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ILRൽ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇങ്ങനൊരു റൂള് വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ 10 വർഷം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇവരുടെ ഈ കൺട്രിയിൽ തന്നെ വേണം, ഇവരുടെ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യണം, ഹോസ്പിറ്റലുമായിട്ടുള്ള കോൺട്രാക്റ്റ് വേണം. ILR ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലുമായിട്ട് കോൺട്രാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോയി ജോലി ചെയ്യണമെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയി ജോലി എന്ത് വേണമെങ്കിലും നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ നമ്മൾ വീണ്ടും ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇപ്പോൾ പൊതുവെ ഓസ്ട്രേലിയക്ക് പോകാനായിട്ടുള്ള വിസ പ്രോസസ്സിങ്ങൊക്കെ കുറച്ചും കൂടി ഇവിടെ നിന്നുള്ളവർക്കൊക്കെ എളുപ്പമാക്കാനായിട്ട് ഈ ഏപ്രിലോട്ട് റൂൾ വരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ കുറേ പേര് അങ്ങോട്ട് ഇവിടുന്ന് നാട് കടക്കാനൊക്കെ ഉള്ള പ്ലാനിങ് ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. വന്ന കാലം തൊട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. 4 വർഷമായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ തന്നെ നിൽക്കണോ അതോ ഇവിടെ നിന്ന് പോകണോ. നമുക്ക് എപ്പോഴും പ്ലസ് ആൻഡ് മൈനസ് ഉണ്ടാകുമല്ലോ. അപ്പം 2 സൈഡും നമ്മളിങ്ങനെ വേ ചെയ്യുമ്പോൾ പോകണോ വേണ്ടിയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു നമ്മൾ വന്നപ്പോൾ തൊട്ട്. അവിടുത്തെ ഒരു വെതറും അവിടെ ഉള്ളൊരു ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ വളർത്തുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചാടിയാലോ എന്നൊരു തോന്നലുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടുത്തെ തണുപ്പൊക്കെ ഒരു ഇഷ്ടമാണ്. എപ്പോഴും വെയിലും ചൂടൊക്കെ ആയിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭ്രാന്തിളകും. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചേക്കാം. നമുക്കിപ്പോൾ വാർഡ് എക്സ്പീരിയൻസ് ആവാണ്, വാർഡ് അല്ലെങ്കിൽ റിക്കവറി എക്സ്പീരിയൻസ്. അപ്പോൾ റിക്കവറിയിലൊക്കെ അവിടെയൊക്കെ ചെന്നാൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വാർഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് 5 ദിവസം വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ICUവിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ നമുക്കിവിടെ UK പോലെ 3 ദിവസം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 3 ദിവസം വർക്ക് ചെയ്തിട്ട് ബാക്കി ദിവസം ഓഫ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു റിലീഫായിരുന്നു കേട്ടോ. അപ്പം ഈ ആഴ്ച ആണെങ്കിൽ എനിക്ക് 3 ദിവസമുള്ളൂ. നമുക്ക് 4 ദിവസം വരാറുണ്ട് ഞാൻ റിക്കവറി ആയതുകൊണ്ട്. എന്നാൽ കൂടെയും കുറേയൊക്കെ ഒരു റിലീഫാണ് 3 ദിവസം വർക്ക് ചെയ്തിട്ട് ബാക്കി 4 ദിവസം ഓഫ് കിട്ടുകയെന്ന്. അപ്പോൾ കണ്ടിന്യൂസ് ബാക്ക് ടു നമ്മളെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു 8 hour ഷിഫ്റ്റ് 5 ഡേയ്സിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെവിടെ ചെന്നാലും എന്തായാലും അഡാപ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു ബാക്ക് ടു നോർമൽ അല്ല, ഡീഫോൾട്ടിലേക്ക് ബാക്ക് ടു ആകാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട്.
അങ്ങനെ നമ്മളിങ്ങനെ പ്ലസ് ആൻഡ് മൈനസ് ആലോചിക്കുമ്പോൾ നിൽക്കണോ വേണ്ടിയോ എന്നുള്ളത് പണ്ടോട്ടേ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിവേ നമ്മുടെ ബുക്കൊക്കെ ആയിട്ടാണ് വന്നത്. നിയർലി വായിച്ച് തീരാറായി. കുറേ നാളായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബുക്ക്. തീരുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വായിക്കുന്നില്ല. എനിക്ക് പണ്ട് നന്നായിട്ട് റീഡിങ്ങിൻ്റെ നല്ല റീഡിങ്ങിൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഫോണും ലാപ്ടോപ്പ് അതും ഇതും ഇങ്ങനെ നോക്കി റീഡിങ്ങിൻ്റെ ഒക്കെ ഹാബിറ്റ് വിട്ട് കളഞ്ഞു. അപ്പോൾ ഈ ഒരു ഇടയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ നോളജബിൾ ആയിട്ടുള്ള ബുക്കൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസൊക്കെ കണ്ടിരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ബുക്സൊക്കെ വായിച്ചിരിക്കുന്നതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ബുക്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല വെതറാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ബാക്കിയുള്ള സമയത്ത് ബുക്കൊക്കെ വായിച്ച് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്ടിലേക്ക് കയറി പോകാനായിട്ടാണ് പ്ലാന്. അപ്പോൾ എന്നായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല വീഡിയോയിൽ, പക്ഷേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.